പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ സൽപ്പേര്, മികച്ച അധ്യാപനോടുള്ള ബഹുമാനം, ഇതെല്ലാം കാറ്റിൽ പറക്കുന്ന അപ്പൂപ്പൻ താടി പോലെയായി തീരും. ഇനിയും കാണാതിരിക്കട്ടെ എന്നല്ല രാജീവേ. തെറ്റ് ചെയ്യാൻ തോന്നുമ്പോഴേക്കും നിനക്കിനി എന്നെ ഓർമ്മയാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും നിരവധി തവണ കാണേണ്ടി വരും. ഇപ്പൊ തൽക്കാലം ഗുഡ് ബൈ. നിന്റെ ജീവിതത്തിൽ നിന്നും നിന്റെ വീട്ടിൽ നിന്നും. നീതു അവനെ നോക്കി മനോഹരമായ ചിരിയുടെ ബാഗ് വലിച്ചെടുത്തു. നീതു, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പോലെ നമുക്ക് സംസാരിച്ച് തീർക്കാം. ഞാൻ എത്ര വേണേലും നിന്നോട് സോറി പറയാം, പ്ലീസ്. രാജീവ് കേഴും പോലെ നീതുവിനെ നോക്കി. എന്നോട് സോറി പറയാൻ നീ എന്നോടല്ല രാജീവെ തെറ്റ് ചെയ്തത്. നീതു പരിഹാസത്തോടെ അവനെ നോക്കി. പിന്നെ ഞാൻ എന്ത് വേണം? നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് രാജീവ് നീതുവിന്റെ അരികിലേക്ക് ചെന്നു. അവളുടെ കയ്യിൽ പിടിക്കാൻ നീട്ടിയ കൈകൾ നീതുവിന്റെ രൂക്ഷമായ നോട്ടം കണ്ടതും അവൻ ഞെട്ടലോടെ പിൻവലിച്ചു. തനിക്ക് മുന്നിൽ നിൽക്കുന്നവൾ നിസ്സാരക്കാരില്ലെന്ന് അവന് ഉറപ്പായി. താൻ അവൾ നന്നായി സൂക്ഷിക്കണമായിരുന്നു. അന്നത്തെ അതേപോലെ നാട്ടുകാരെ മുഴുവൻ സാക്ഷിയാക്കി നിർത്തി കൃഷ്ണപ്രിയയോട് അവളുടെ ഹസ്ബൻഡിനോട് നീ സോറി പറയണം. പറ്റുമോ? കടുപ്പത്തിലുള്ള അവളുടെ ആവശ്യം കേട്ടോ രാജീവ് വിളറിപ്പോയി. അവൾ അങ്ങനെ ഒരു ആവശ്യം പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഞാൻ നിന്റെ ഭർത്താവാ നീതു. രാജീവ് അസാക്ഷിണതയോടെ അവളെ നോക്കി പറഞ്ഞു. അതുകൊണ്ട്? നീതുവിന്റെ കണ്ണുകൾ അവന് നേരെ കൂർത്തു. ഒരു ഭർത്താവിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നൊരു കടമ കൂടി ഭാര്യയ്ക്കുണ്ട്. ഓഹോ, അങ്ങനെയുള്ള ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതുകൊണ്ടായിരിക്കും അവളെ ഭാര്യ എന്ന് വിളിക്കുന്നതല്ലേ? അത് മാത്രമേ ഉള്ളൂ? അതോ ഇതുപോലെ എനിക്കറിയാത്ത കടമകൾ ഇനിയും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുതരൂ. പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? നീതുവിന്റെ പരിഹാസം മനസ്സിലായതും രാജീവ് പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. എങ്കിലും ഭർത്താവേ, ഇമാതിരി ഒലക്കമേലെ കടമ ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നീതുവിന് അതിന് കിട്ടില്ല. നിന്റെ അഭിമാനവും അന്തസ്സും എല്ലാം ഞാൻ സംരക്ഷിക്കുമായിരുന്നു. എന്ത് വില കൊടുത്ത് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നു. ഭർത്താവ് എന്ന നീ യാതൊരു തെറ്റും ചെയ്യാതെയാണ് ക്രൂശിക്കപ്പെടുന്നെങ്കിൽ ഇവിടെ അതല്ലല്ലോ. അങ്ങനെയല്ലല്ലോ. കഴിയാവുന്ന അത്രയും കൊള്ളറ്റായ്മകൾ ചെയ്തിട്ട് പിന്നെയും ഭാര്യയുടെ മാത്രം കടമയും കടപ്പാടും പറഞ്ഞിട്ട് അടുത്തേക്കെങ്ങാനും വന്നാ ഓർത്തോ, വന്ന പോലെ തിരികെ മടങ്ങില്ല. ആർക്കും അർഹിക്കുന്ന മാത്രമേ ഞാനിന്നോളം കൊടുത്തിട്ടുള്ളൂ. അതിപ്പോ സ്നേഹമായാലും പരിഗണനയായാലും. അത് പറഞ്ഞിട്ട് അവനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കി ആ ബാഗ് വലിച്ചെടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹാളിലൊന്നും ആരെയും കാണാതെ അവൾ ചുറ്റും നോക്കി. ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് രാധാകൃഷ്ണന്റെയും ജയശ്രീയുടെയും മുറിയുടെ നേരെ നടന്നു. അടച്ചിട്ട വാതിൽ മുട്ടി കാത്തിരിക്കുമ്പോൾ റിലാക്സ് എന്നും പറഞ്ഞുകൊണ്ട് അവളെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. വാതിൽ തുറന്നിറങ്ങി വന്ന രാധാകൃഷ്ണനാണ്. എന്താ മോളെ? ചിരിയോടെ അവളെ നോക്കി അയാൾ നീതുവിന്റെ കല്ലിച്ച മുഖം കണ്ടതും ആകുലതയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. അയാളോട് പ്രത്യേകിച്ച് മുഷിപ്പൊന്നുമില്ലെങ്കിൽ കൂടിയും വല്ലാതെ കടുത്തുപോയിരുന്ന അവളുടെ വാക്കുകൾ. എന്തുപറ്റി പെട്ടെന്ന്? രാധാകൃഷ്ണൻ പിന്നിലിരിക്കുന്ന ജയശ്രീയെ നോക്കി വേവലാതിയോടെ ചോദിച്ചു. പോകാനുള്ള കാരണം ഞാൻ അച്ഛൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടുകഴിഞ്ഞ ശേഷം സൗകര്യം പോലെ അമ്മയും കാണിച്ചു കൊടുക്കണേ. പിന്നീട് രാധാകൃഷ്ണൻ എന്തെങ്കിലും ചോദിക്കും മുന്നേ നീതു തിരിഞ്ഞടന്നിരുന്നു. ഇനിയും ഇതിൽ കൂടുതൽ കടുപ്പത്തിൽ അയാളോടൊന്നും പറയാൻ കഴിയില്ല. കാരണം ആ വീട്ടിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ അയാളാണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതായിരുന്നു. അരിശത്തോടെ ഫോൺ കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് രാജീവ് കൈകൾ കൊണ്ട് മുടി കിള്ളിപ്പറിച്ചു. ദേവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആദ്യമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ഉപരി നീതുവിന്റെ ഇറങ്ങിപ്പോക്ക് എല്ലാം കൂടി അവന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല. ദേവന്റെ ബലത്തിലാണ് ആദ്യയോട് വാക്ക് പറഞ്ഞതും. ഇന്നത്തോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുമെന്ന് കരുതിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാവുകയാണ് ചെയ്ത്. ഒന്നും വേണ്ടായിരുന്നു. രാജീവ് അത് പിറുവിരുത്തുകൊണ്ട് മുറിയിലൂടെ വരികിനെ പോലെ ഉഴറി നടന്നു. ജോൺ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. എയർപോർട്ടിൽ വന്നിറങ്ങിയ ദേവനെ ദുബായ് പോലീസാണ് എതിരേറ്റത്. പരിഭ്രാന്തരായി ചുറ്റും നോക്കിയ ദേവൻ തേടുന്നത് തന്നെയാണെന്ന് മനസ്സിലായതും ജോൺ മറിഞ്ഞിരുന്നു. ഇപ്പോൾ അവർക്ക് മുമ്പിലേക്ക് ചെല്ലുന്ന കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നതെന്ന് ജോണിന് മനസ്സിലായിരുന്നു. തിരിഞ്ഞു നോക്കി പോലീസുകാർക്കൊപ്പം ദേവൻ നടന്നു നീങ്ങുന്നത് നോക്കി. അയാൾക്കൊപ്പം അവിടെ നിരവധി ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ദേവനെക്കുറിച്ചും അയാളുടെ പ്രൗഢിയെക്കുറിച്ചും അറിയാവുന്ന പലർക്കും ആ കാഴ്ചയൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് സിറ്റിയിൽ നിന്ന് മാറിയുള്ള ഒരു മൈതാനം നിർദ്ദേശിച്ച് ആദ്യ തന്നെയാണ്. അവിടെ എത്തി ആദ്യം കാത്തിരിക്കുമ്പോൾ വെപ്രാളം കൊണ്ട് തന്റെ ഹൃദയം ഇപ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് രാജീവ് നന്നായി ഭയന്നു പോയിരുന്നു. കാണാമെന്ന് ധൈര്യമായി വാക്കുകൊടുത്തപ്പോഴുള്ള പോലെയല്ല ഇപ്പോൾ തന്റെ അവസ്ഥയെന്ന് അവന് നന്നായിട്ട് അറിയാം. ധൈര്യം പകരാൻ ദേവനോ അയാൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യം അടിച്ചൊതുക്കി കൊണ്ടുപോകാനുള്ള കൂലിത്തൽകാരോ ഇല്ല. അവന്റെ ചോദ്യങ്ങളെ രാജീവ് വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. ആദിത്യ മഹാദേവ് ഒറ്റയ്ക്ക് വന്നാലും അത് തനിക്കത്ര നല്ലതല്ലെന്ന് അവനുള്ള പതിയെ മൊഴിയുന്നുണ്ട്. ദേവൻ പറഞ്ഞ പോലെ ആളെ വെച്ച് അവൻ അടിച്ചൊതുക്കി കളയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൂടുതൽ അപകടത്തിലാവുകയേ ചെയ്യും. രാജീവിന്റെ ചിന്തകൾക്ക് തീ പിടിച്ചു തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് അവനരികിലേക്ക് ആദിയുടെ കാറ് വന്ന് നിന്ന്. സ്വയം അറിയാതെ രാജീവിന്റെ കൈ ഇടുപ്പിൽ തിരികെ വെച്ച കത്തിയിലേക്കാണ് ആദ്യം നീണ്ടത്. കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ എനിക്കൊട്ടും താല്പര്യമില്ല. ഒരൊറ്റ ചോദ്യം, അതിന് സത്യസന്ധമായ നിന്റെ ഉത്തരം. രാജീവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആദിയുടെ മുഖം അങ്ങേയറ്റം ഗൗരവത്തിലാണ്. ഭയം കൊണ്ടുള്ള തന്റെ ഹൃദയമിടിപ്പ് അരികിൽ നിൽക്കുന്ന ആദി കേൾക്കുന്നുണ്ടോ എന്ന് പോലും രാജീവിന് തോന്നിയിരുന്നു. രാജീവ് ഒന്ന് വിക്കി പറഞ്ഞോ. ആദിയുടെ ശബ്ദം കെടുത്തു. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ലായിരുന്നു ആദി സാർ. എല്ലാം
എല്ലാം ഞാൻ ചെയ്ത് നിങ്ങളുടെ അച്ഛൻ മഹാദേവൻ പറഞ്ഞിട്ടാ. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. വിനയത്തോടെ രാജീവിന്റെ പറച്ചിൽ കേട്ടതും ആദ്യമൊന്നും ഉലഞ്ഞുപോയി. അങ്ങനെ ഒരു കാര്യം അവന്റെ ചിന്തയിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജീവ് അത് പറഞ്ഞു കേട്ടപ്പോഴുള്ള അവന്റെ ആഘാതം അത് വാക്കുകൾക്ക് അതീതമാണ്. കള്ളം പറയുന്നോടാ. ദേഷ്യത്തോടെ അവൻ രാജീവിന്റെ കോളർ പിടിച്ചുരച്ചു. അല്ല, കള്ളമല്ല, അത് സത്യമാണ്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാനത് കാണിക്കാം. രാജീവ് എപ്രാളത്തോടെ പറഞ്ഞു. അവന് മേലുള്ള ആദിയുടെ പിടിയാഞ്ഞു. സ്വന്തം മകനായിട്ടും നിരവധി ദ്രോഹങ്ങൾ ആ മനുഷ്യൻ തന്നോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ചിട്ട് ഇത്രയും കടുത്ത രീതിയിൽ അപമാനിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദേഷ്യത്തിനേക്കാൾ അവന്റെ മനസ്സിലപ്പോൾ സങ്കടവും വേദനയുമാണ് തോന്നിയത്. ഒരിറ്റ് സ്നേഹം പോലും ആ മനസ്സിൽ തന്നോട് ബാക്കിയുണ്ടാവില്ലേ? ഇല്ല, ഇത്തിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു നീച്ച പ്രവൃത്തി ചെയ്യില്ലല്ലോ. ആദിക്കൊന്ന് ഉറക്കെ അലറിക്കരയാനാണ് തോന്നിയത്. ആത്മസംഘർഷം കൊണ്ട് അവന്റെ കവിൾ വിറച്ചു. പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അതിനുള്ളിലെ തിളച്ചു മറിയുന്ന വികാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. എന്നെ തേടി ഇങ്ങോട്ട് വരികയായിരുന്നു മഹാദേവൻ. ചതിക്ക് കൂട്ടിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൂടി ഉപദ്രവിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് മുന്നിൽ മറ്റു വഴികളും തന്നെ ഉണ്ടായിരുന്നില്ല ആൽസർ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ട്. തിരിഞ്ഞിൽക്കുന്ന ആദിക്കരികിൽ പോയി നിന്നിട്ടത് പറയുമ്പോൾ ദേവനുമേൽ കുറ്റം പൂർണ്ണമായും പഴിചാരിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാനുള്ള തത്രപ്പാടിലായിരുന്നു രാജീവ്. അത് മനസ്സിലായിട്ടും ആദ്യം അവനെ പറയാൻ അനുവദിച്ച് അനങ്ങാതെ മുഷ്ടിയുരുട്ടി പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നുകൊടുത്തു. ആദ്യം മിണ്ടുന്നില്ലെന്ന് കണ്ട രാജീവിന് ആവേശം കൂടി. അയാൾ എനിക്ക് കാശ് ഓഫർ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ സ്വീകരിച്ചില്ല. മൂന്നാമതൊരാളിത് അറിഞ്ഞാൽ എന്നെ നാട്ടുകാർക്ക് മുമ്പിൽ വീട്ടുകാർക്ക് മുമ്പിൽ എന്നെ നാണം കെടുത്തിയെല്ലാം ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർക്കുമെന്ന് വാണിംഗ് പോലെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഈ നാട്ടുകാരനല്ലെന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് എനിക്ക് രാജീവ് പരമാവധി ദുഃഖാഭിനയിച്ച് തകർത്തു. ആദ്യം അപ്പോഴൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ എങ്ങനെയോ കാര്യങ്ങൾ എൻ്റെ ഭാര്യയൊക്കെ അറിഞ്ഞു. അവളെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് സാറില്ല, എനിക്കത് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളൊന്ന് സെൻറ്റി അടിച്ച വീഴാതെ പെണ്ണുണ്ടാവുമോ? രാജീവ് അത് വളരെ നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞതും ഒരു പൂച്ചച്ചിരിയോട് ആദ്യം അവന് നേരെ തിരിഞ്ഞു. കുറേ നേരമായാലേ രാജീവ് സാറെ പ്രസംഗിക്കുന്നത്, കുറച്ചു നേരം ഇനി റെസ്റ്റ് എടുക്കുക. എനിക്കൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആദ്യം അവനെ രൂക്ഷമായി നോക്കി. ചോദിച്ചോ? ആദ്യ സാറിന് എന്റെ നിരപരാധിത്വം മനസ്സിലായല്ലോ, എനിക്കത് മതി, എന്ത് വേണമെന്ന് ചോദിക്കുക. ആദിയുടെ സഹന രാജീവിനെ അങ്ങേയറ്റം ഉത്സാഹത്തിലാക്കിയിരുന്നു. ഇങ്ങനെയൊന്നും കരുതിയല്ല അവൻ അങ്ങോട്ട് വന്നു. ഇനി ഇവനെ വെച്ച് തന്നെ ദേവന്റെ മേൽ പഴിചാരി നീതുവിനെ തിരികെ കൊണ്ടുവരണം. ഗൂഢതന്ത്രങ്ങൾ അപ്പോഴും രാജീവിന്റെ മനസ്സിൽ നിരവധിയായിരുന്നു. എന്നോട് എൻ്റെ അച്ഛനുള്ള ദേഷ്യം തീർത്ത് എനിക്ക് മനസ്സിലാവും. അതിലെനിക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ എനിക്കൊപ്പം യാതൊരു തെറ്റും ചെയ്യാത്തൊരു നിരപരാധി കൂടി ശിക്ഷിക്കപ്പെട്ടിരുന്നല്ലോ. അവളോട് ആർക്കായിരുന്നു അത്രയും ദേഷ്യം? ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അവളിപ്പോഴും എൻ്റെ ഭാര്യയാണല്ലോ. തീർച്ചയായിട്ടും അതൊരു ഭർത്താവിൻ്റെ അവകാശം തന്നെയാണ്. ശാന്തമായിട്ടാണ് ആദ്യം അത് ചോദിച്ചത്. എന്നിട്ട് രാജീവ് ഒന്ന് വിളറിപ്പോയിരുന്നു. കണിമ കൂടിയൊന്ന് വെട്ടാതെ ആദ്യം അവനെ തന്നെ നോക്കി നിൽപ്പാണ്. പറയണം, ആർക്കായിരുന്നു രാജീവേ എൻ്റെ കൃഷ്ണപ്രിയോട് ഇത്രമേൽ വൈരാഗ്യം? എൻ്റെ അറിവിൽ ആരോടും അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും പിന്നെ എന്തിന്? ആര് ഇതുപോലെ കുരുക്കിലേക്ക് അവൾ എടുത്തെറിയപ്പെട്ടു? എനിക്ക് ഉത്തരം വേണം രാജീവേ. എല്ലാത്തിനും കൂട്ടുന്ന നിനക്ക് അതും അറിയാമെന്ന് എനിക്കറിയാം. പറയ്. മറുപടി കിട്ടിയേ തീരുന്നൊരു പിടിവാശിയാണ് രാജീവ് അപ്പോൾ ആദിയിൽ കണ്ടതും. അത് പിന്നെ രാജീവിന് നല്ല പതർച്ചയുണ്ട്. ആദിയുടെ കാര്യത്തിൽ ദേവനെ പ്രതിയാക്കി രക്ഷപ്പെട്ടു പോകാനൊരു ന്യായമുണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടുകാരനല്ലാത്ത അയാൾ അറിയുക പോലുമില്ലാത്ത കൃഷ്ണപ്രിയയും അയാൾ തന്നെയാണ് ഇതിലേക്ക് വലിച്ചു ചേർത്തെന്ന് പറയുമ്പോൾ ആദ്യം അത് വെള്ളം തൊടാതെ വിഴുങ്ങിക്കളയുന്നൊരു വിഡ്ഢിയല്ല. എനിക്ക് തിരികെ പോകണം. തീർത്തും ഗൗരവം നിറഞ്ഞ ആദിയുടെ ആ ഓർമ്മപ്പെടുത്തൽ പെട്ടെന്ന് പറയുന്ന കൂടിയുള്ള വാണിംഗ് തന്നെയാണെന്ന് രാജീവിന് മനസ്സിലായി. അവനൊന്നുകൂടി ശ്വാസമെടുത്തു. തന്റെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി ഒന്നവളുടെ പുച്ഛത്തോടെയുള്ള നോട്ടമാണ് രാജീവിന്റെ മനസ്സിലപ്പോൾ തെളിഞ്ഞത്. പ്രിയയോടുള്ള അടങ്ങാത്ത ദേഷ്യം കൊണ്ട് അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു ആ നിമിഷം. കൃഷ്ണപ്രിയ ആദി സാർ കരുതിയ പോലെ ഒരാളല്ല. ഒന്നും അറിയാതെ സാർ അവളെടുത്ത് തലയിൽ വെച്ചേക്കുന്നത്. നിഗൂഢമായൊരു ലക്ഷ്യത്തോടെ രാജീവ് ആദിയെ നോക്കി. കൃഷ്ണപ്രിയയെ ഞാൻ സ്വയം തലയിലേക്ക് എടുത്തു വെച്ചതല്ല, നീയൊക്കെ ചേർന്ന് അവൾ എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചതല്ലേ? ഒരു പരിഹാസ്ചിരിയോട് ആദി ചോദിച്ചും രാജീവ് വിളറി. ബാക്കി പറയേ. അവന്റെ നേരെ നോക്കി ആദി കടുപ്പത്തിൽ ആവശ്യപ്പെട്ടു. പറഞ്ഞല്ലോ, ഞാൻ അന്നെനിക്ക് അങ്ങനെ ചെയ്യാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രിയൻ ഞാൻ തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. മഹാദേവൻ ആവശ്യപ്പെട്ട പോലെ സാറിന് അവിടെ വെച്ച് അപമാനിക്കാൻ ഒരു പെണ്ണുകൂടി വേണമല്ലോ. മഹാദേവന്റെ പേര് പറയുമ്പോൾ ആദിക്ക് നോവുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ രാജീവ് അത് മനഃപൂർവ്വം ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആദ്യം ഒന്നും മിണ്ടാതെ അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിന്നു. അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു അവസരം കാത്തിരിപ്പായിരുന്നു ഞാൻ. ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടും എന്റെ കൂടെ കൂട്ടാൻ ഞാൻ എന്റെ പേരെഴുതിയൊരു മോതിരം ഇട്ട് സ്വപ്നം കണ്ട് കാത്തിരുന്ന എന്നെ അവൾ ചതിച്ചു. രാജീവ് ആദിയെ നോക്കി ഇപ്പൊ കരയുമെന്ന മട്ടാണ്. എങ്ങനെ ചതിച്ചു? അതുകൂടി പറ രാജീവേ. അവളിപ്പോ എന്റെ കൂടെയല്ലേ? അതറിഞ്ഞാൽ എനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ആദി രാജീവിനെ നോക്കി. ചതിക്കും, തരം കിട്ടിയ അവൾ ഇനിയും ചതിക്കും. അത്രമാത്രം ദുഷ്ട മനസ്സാണ് അവൾക്ക് ഒരു പുരുഷനെ കൊണ്ട് മാത്രം. രാജീവ് അത് പറഞ്ഞു തീരും മുന്നേ ആദ്യം അവനെ ചവിട്ടി വീഴ്ത്തിയിരുന്നു.
പിന്നിലേക്ക് മലച്ചു വീണ രാജീവ് അതൊരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇട്ട് തന്നെ ഉള്ളിലെ ദേഷ്യവും വാശിയും വെറുപ്പുമെല്ലാം ആദ്യം രാജീവിന് മേൽ തീർത്തുകൊണ്ടിരുന്നു. നീ പറഞ്ഞു തീർത്ത നുണക്കഥ ഞാൻ വിശ്വസിച്ച് നേരിയോടാ വൃത്തിയിട്ടവനെ. രാജീവിനെ വലിച്ചു പൊക്കി ആദ്യം അവന്റെ മുഖം നോക്കി തുടരെ അടിച്ചുകൊണ്ട് ചീറി. എന്റെ കാര്യം വിട്, എന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള കണക്കല്ലേ, അത് ഞാൻ തീർത്തോളാം. പക്ഷേ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം പാപ ഒരു പെണ്ണിനോട് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും നീ അവളെ പഴി പറയുന്നു, അതും അവളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഈ എന്നോട്. ഓരോ ചോദ്യത്തിനൊപ്പം ആദ്യയുടെ അടിയേറ്റ് രാജീവിന്റെ തല ഒടിഞ്ഞ പോലെ തൂങ്ങി. ആദ്യം തടയാൻ അരികിൽ തിരികെ ആയുധം തെറിച്ചു പോയത് പോലും അറിയാതെ രാജീവ് തളർന്നു. അവന്റെ വായിൽ നിന്ന് ചോരച്ചാലുകൾ പുറത്തേക്ക് ഒഴുകിപ്പടർന്നു. എന്നിട്ട് പോലും ആദ്യം അല്പം പോലും അയഞ്ഞില്ല. അവൾ എന്റെയാ, ഈ ആദിത് മഹാദേവന് കിട്ടിയ നിധി, നീ കാണാൻ എനിക്ക് കിട്ടിയ എന്റെ സന്തോഷം. ആ ഒരു ചെറിയ പരിഗണനയുടെ പുറത്താ ഞാനും നിന്നെ കൈവെക്കാതെ വിട്ട്. പക്ഷെ പിന്നെയും എന്റെ പെണ്ണിനെ നീ ഇനി അടിക്കല പ്ലീസ്, ഞാൻ ചത്തുപോകും. ആദ്യം വീണ്ടും അടി തുടരുന്നതിനിടെ ഒട്ടും സഹിക്കാൻ വയ്യാൻ തോന്നിയതും രാജി അവന്റെ കാൽ ചവിട്ടിലേക്ക് ഇരുന്നുകൊണ്ട് കെഞ്ചി. അത്രയും ആവശ്യതയുണ്ട് അവന്റെ മുഖം നിറയെ. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി ചെയ്യില്ല. രാജീവ് പറഞ്ഞതും ആദ്യം അവനെ കാലുയർത്തി ഒറ്റ ചവിട്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടൊരു പെണ്ണിനെ പച്ചക്ക് നിന്നുള്ള പകയും സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ട് അബദ്ധമാണെന്നോ? മിണ്ടരുത് നീ. ആദ്യം അവന്റെ നേരെ നോക്കി അലറും പോലെ ചോദിച്ചു. ദേ, ഈ വിടം കൊണ്ടെല്ലാം തീരുക. ഇനി എന്റെ പെണ്ണിന് മേൽ നിന്റെ നിഴലെങ്ങാനും പതിഞ്ഞ ഇപ്പൊ കിട്ടിയ ഈ പാതി ജീവൻ അത് ഞാനെങ്കിൽ എടുക്കും. ഇതെന്റെ വാക്കാ, മറക്കണ്ട. താഴെ മറന്നിടക്കുന്ന രാജീവിന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ആദ്യം പറഞ്ഞു. അന്നത്തെ അതേ ആൾക്കൂട്ടം വിളിച്ചുകൂട്ടി നീ ചെയ്ത നെറിയേട് അവർക്ക് മുമ്പിൽ വിളിച്ചു പറയിപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടെന്ന് കരുതരുത് നീ. താലക്കാൽപ്പം പോലും വെളിവില്ലാത്ത തന്റെ ഈ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് താൽക്കാലം എനിക്കും എന്റെ പെണ്ണിനും വേണ്ടെന്ന് വെച്ചിട്ട് നിന്നെ വിടുക ഞാൻ. ഇത് നിനക്കൊരു പാഠമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്തു തന്നെയാലും ഇനി എനിക്കും എന്റെ പെണ്ണിന് നേരെ നിന്റെ ഒരു ചിന്ത പോലും വരരുത്. അതെനിക്ക് നിർബന്ധമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. സംഹാരമൂർത്തിയെ പോലെ കലികൊണ്ട് ജ്വലിക്കുന്ന ആദിയെ രാജീവ് വിറച്ചുകൊണ്ട് നോക്കി. ഞാൻ തെറ്റിയതോ ഡാഡി? ആകുലതയോടെ തന്നെ നോക്കി ചോദിക്കുന്ന മകളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അച്ഛൻ ചെയ്ത്. ഏയ് ഇല്ലടാ. നീതുവിനെ തലോടിക്കൊണ്ട് അയാൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഡാഡിക്ക് രാജീവിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയോ എന്നൊരു ഡൗട്ട്. മനസ്സിലുള്ളത് അയാൾ അതുപോലെ ഭാര്യയ്ക്കും മകൾക്ക് മുന്നിലേക്ക് പങ്കുവെച്ചു. ഇല്ല ഡാഡി, രാജീവ് പ്രത്യക്ഷത്തിൽ വളരെ നല്ലവനാണ്. അടുത്തറിയുമ്പോൾ മാത്രമേ ആ മനസ്സിൽ ഇത്രയും ദുഷ്ടത ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ടുള്ള നടപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നോർത്തുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. നീതു അയാളെ ആശ്വസിപ്പിച്ചു. കുറച്ചേരം രണ്ടാളും മിണ്ടാതിരിക്കുക. ഒന്നും ആരുടെയും തെറ്റല്ല. ചിലതെല്ലാം നമ്മൾ എത്ര തടഞ്ഞാലും കൃത്യമായിട്ട് നമ്മളിലേക്ക് തന്നെ വന്ന് പതിക്കും. അതുപോലെ ഒന്നാണ് നമുക്കിടയിലേക്ക് വന്ന രാജീവ് കൃഷ്ണൻ എന്ന വ്യക്തി. ഇപ്പൊ പരസ്പരം അതിനെക്കുറിച്ച് പറയുന്ന വേദനയാണ്. പതിയെ അവർക്കരിയിലേക്ക് ഇരുന്നുകൊണ്ട് നീതുവിന്റെ അമ്മ കൗസല്യ പറയുമ്പോൾ നീതു പതിയെ അവരുടെ തോളിലേക്ക് ചാഞ്ഞു. വാത്സല്യത്തോടെ മകളുടെ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവർ അവളെ തലോടിക്കൊണ്ടിരുന്നു. എന്തുപറ്റി പെങ്ങളെ, ഒരു വോൾട്ടേജ് ഇല്ലല്ലോ? അവരെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാധവ് മാഷും പ്രിയയും കാത്തുനിന്നിരുന്നു. കണ്ടയുടനെ പ്രിയയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് സഞ്ജി ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ ചിരിക്കുക മാത്രം ചെയ്തു. ഇന്നലെ രാജീവിനെ കാണണമെന്ന് ആദ്യം പറഞ്ഞ നിമിഷം തൊട്ട് അവളുടെ ചങ്ക് പതക്കുകയാണ്. രാജീവ് എന്തുമാത്രം ചതിയനാണെന്ന് അറിയാവുന്നതുകൊണ്ടുള്ള ആ വേവലാതി അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളമാണ് നിറച്ചത്. മാധവൻ മാഷ് പ്രിയയുടെ മങ്ങിയ മുഖം കണ്ടിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോഴും ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ആർക്കും ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാവുന്ന ഒരു മാറ്റം അവളുടെ മുഖത്തുണ്ട്. എന്റെ അളിയനെടുത്തിട്ട് അലക്കിയോ? സഞ്ജു സ്വകാര്യം പോലെ ചോദിച്ചതും അവൾ അവന്റെ തോളിലിടിച്ചുകൊണ്ട് കണ്ണുരുട്ടി. ഒന്നും ഇല്ലല്ലോ അല്ലേ? സഞ്ജു വീണ്ടും ചോദിച്ചു. ഇല്ലടാ. പ്രിയ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ലക്ഷ്മി നളിനിയും ധൃതിയിൽ ഇറങ്ങി അകത്തേക്ക് നടന്നു. നന്ദുവിനോട് അകത്തേക്ക് കയറില്ലേട്ടോ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. പ്രിയ സഞ്ജുവിന് വിട്ട് നന്ദുവിന് നേരെ കൈ നീട്ടി. വാ ഇറങ്ങ്. ചിരിയോടെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നന്ദു പുറത്തേക്ക് ഇറങ്ങി. സഞ്ജു അജും കൂടി ഡിക്കിയിലെ സാധനങ്ങൾ പെറുക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന തിരക്കിലാണ്. പോയതുപോലെ തന്നെ കയ്യിൽ കത്തിച്ച് പിടിച്ചൊരു നിലവിളക്കുമായി നളിനി അവർക്ക് പിറകെ ലക്ഷ്മിയും വന്നു. സഞ്ജു ഇങ്ങ് വന്നേ. നന്ദുവിനെ അടുത്തേക്ക് നിർത്തി നളിനി സഞ്ജുവിനെ വിളിച്ചു. രണ്ട് കയ്യിൽ ഓരോ കവറുമായി നന്ദുവിന്റെ അരികിൽ വന്നിരുന്നവനെ കണ്ടിട്ട് അവർക്കെല്ലാം ചിരി വന്നു. ഇങ്ങനെയാണോടെ ആരതി ഒഴിയാൻ നിൽക്കുന്നത്? നളിനി കണ്ണുരുട്ടി. പ്രിയ വേഗം അവന്റെ കയ്യിലുള്ള കവറുകൾ വാങ്ങിച്ചു. നന്ദുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നളിനി ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞ ശേഷം സഞ്ജു അകത്തേക്ക് കയറിയത്. ഞാൻ എടുത്തു വെച്ചോളാം പ്രിയ, നീ അകത്തേക്ക് പോയിക്കോ. കയ്യിലുള്ള കവറുകൾ അകത്തേക്ക് വെച്ചിട്ട് വീണ്ടും ഇറങ്ങിച്ചെന്ന പ്രിയയോടായി അജു പറഞ്ഞു. സാറില്ല അജു ഏട്ടാ, ഇപ്പൊ തീരുമല്ലോ. അത് മുഴുവനും പെറുക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് പ്രിയ അവർക്കരികിലേക്ക് ചെന്ന്. വീണ്ടും അവർക്കിടയിൽ നിൽക്കുമ്പോഴും കളിച്ചിരികൾ പറയുമ്പോഴും കാരണമറിയാത്തൊരു നോവ് അവളുടെ ഹൃദയത്തിന്റെ കോണിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് വേഗം വന്നിരുന്നെങ്കിലെന്ന് മാത്രമായി അവളുടെ ചിന്തകൾ ചുരുങ്ങിപ്പോയി. ആദിയുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെങ്ങളെ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇടയിലെപ്പോഴോ സഞ്ജു പറഞ്ഞതും അവളുടെ പരവേശമേറി. ഇല്ല, ഉച്ചയ്ക്ക് ശേഷം ഞാൻ വിളിച്ചിരുന്നല്ലോ, പ്രിയ പതിയെ പറഞ്ഞു.
അപ്പോഴവിടെ ഹൃദയം വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. ഞാനും വിളിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സഞ്ജു വീണ്ടും അവനെ വിളിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. വൈകുന്നെങ്ങാനും പറഞ്ഞിരുന്നോ? സഞ്ജു വീണ്ടും ചോദിച്ചു. ഇല്ല. വിറയലോടെ പ്രിയ മുഖം കുനിച്ചു. ഒരു വേള സഞ്ജുവിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്നൊരു തോന്നലിലേക്ക് അവൾ എത്തിച്ചേർന്നെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇവിടെ ഇപ്പം എല്ലാവരും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ആദ്യം തന്നെ അത് പരിഹരിക്കാൻ മതിയെന്ന് അറിയാതെയുമല്ല. പക്ഷെ ആ വിശ്വാസത്തെക്കാളുമൊക്കെ എത്രയോ ഇരട്ടി സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവനോട്. ഇനിയൊന്നിനു വേണ്ടി അവനെ തന്നിൽ നിന്ന് വേർപ്പെടുത്താതിരിക്കാൻ ഹൃദയം നിന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അവൾ ഓരോ നിമിഷവും. ഭക്ഷണം വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രിയ അവർക്കൊപ്പം നിർബന്ധിച്ച് പിടിച്ചിരുത്തി കഴിപ്പിച്ചു. അപ്പോഴും ആദ്യം വിളിച്ചിട്ട് കിട്ടാഞ്ഞതും പ്രിയയുടെ വാടി തൂങ്ങിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന സഞ്ജുവിന്റെ മനസ്സിലേക്കും നിരവധി ആശങ്കകൾ കടന്നു കൂടുന്നുണ്ട്. അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് കഴിച്ചുകൊണ്ട് പ്രിയ പെട്ടെന്ന് എഴുന്നേറ്റു. അവൾ അവിടെ നിർത്തി മാധവ് മാഷും ബാലമാഷും കൂടി എന്തോ ആവശ്യത്തിന് പോയതുകൊണ്ട് തന്നെ അവൾക്ക് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാനും കഴിയില്ലായിരുന്നു. നേരം പോകുന്തോറും മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവുന്ന തരത്തിൽ അവളിലെ വെപ്രാളം പ്രകടമാവുമെന്ന് ഭയന്നുകൊണ്ട് അവൾ തലവേദനിക്കുന്നു. കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മുറിയിലേക്ക് കയറിപ്പോയി. വന്നത് മുതൽ അവളിൽ തിളക്കമില്ലാത്ത കൊണ്ട് തന്നെ ആ തലവേദന ഉള്ളത് തന്നെയാണെന്ന് അവരെല്ലാം വിശ്വസിച്ചെങ്കിലും സഞ്ജുവിന്റെ സംശയങ്ങൾ ബലപ്പെടുകയാണ് ചെയ്തത്. അവനും അവൾക്ക് പിറകെ ആ മുറിയിലേക്ക് ചെന്നു. അതുവരെയും അടക്കി പിടിച്ച നെഞ്ചിലെ ഭാരം ആ ഇരുട്ടിൽ കണ്ണുനീർത്തുള്ളികളായ അലിച്ചുകളയാൻ ധൃതിപ്പെട്ട പ്രിയ പെട്ടെന്ന് മുറിയിൽ വെളിച്ചം പടർന്നവൻ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു. അളിയ രാജീവനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നവങ്ങളെ. മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്ത് നിറയെ ഗൗരവമായിരുന്നു. പ്രിയക്കപ്പോൾ അവനെ കണ്ടത് കരച്ചിലടക്കി നിർത്താൻ കഴിഞ്ഞില്ല. പേടിക്കണ്ട, ഒന്നും വരില്ല, അതാദ്യമാണ്. അനുഭവങ്ങളുടെ തീച്ചൂളിൽ വെന്തുരുകി പദം വന്നവൻ. എന്റെ പെങ്ങളുടെ ഈ സ്നേഹം ആവോളം കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഓരോ നിമിഷവും. ഇനിയുള്ള ആയുസ് അത് എത്രയായിരുന്നാലും ഈ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അവൻ ഉറപ്പായും തിരികെ വരും പെങ്ങളെ. അറിയില്ലേ അത്? പ്രിയയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ തോളിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുമ്പോൾ സഞ്ജുവിന്റെ ചുണ്ടിലൊരു മനോഹരമായ ചിരിയുണ്ടായിരുന്നു. ആദ്യേട്ടൻ, എനിക്കറിയാം സഞ്ജു, പക്ഷെ രാജീവ് അയാളെ പേടിക്കണം, എനിക്കതാ. അല്ലാതെ ആദ്യേട്ടനെ. പ്രിയ അവന്റെ തോളിലേക്ക് തലയായിച്ചു. സഞ്ജു പതിയെ അവളെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഞാനിപ്പോ എന്ത് വേണം? സഞ്ജു അവളെ പിടിച്ചകറ്റി മാറ്റിക്കൊണ്ട് ചോദിച്ചു. പോയി നോക്കണോ? അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടത് സഞ്ജു ചിരിയോടെ തന്നെ ചോദിച്ചു. പോയി നോക്കുവോ? പ്രിയ അവനെ നോക്കി കുട്ടികളെ പോലെ മുഖം ചുളിച്ചു. പിന്നെന്താ, എന്റെ പെങ്ങള് പറഞ്ഞ ഇട്ടം വല നോക്കാതെ ചെയ്തിരിക്കും. ദേ പോയി ദാ വന്നു. സഞ്ജു അവളെ വിട്ട് എഴുന്നേറ്റു. പ്രണയാസ്തിക്ക് പിടിച്ചാൽ നമ്മളേതാണ്ട് സ്ട്രോങ് ആവുമെന്നാരോ പറഞ്ഞു കേട്ടിരുന്നു. ഇവിടെ ഇപ്പൊ എന്റെ പെങ്ങളുടെ കാര്യം നേരെ തിരിച്ചാണുള്ള ദൈവമേ. എങ്ങനെ സ്ട്രോങ് ആയി നിന്ന പെണ്ണ ഇപ്പൊ ദേ കണ്ടില്ലേ, പഴങ്കഞ്ഞി പോലെ. അയ്യേ. പോണ പോക്കിൽ അവൾക്കിട്ടൊരു കൊട്ടുകൊടുക്കാനും സഞ്ജു മറന്നില്ല. പ്രിയ കരിപ്പോടെ എഴുന്നേറ്റ് വരും മുന്നേ സഞ്ജു ഓടി പുറത്തേക്ക് പോയിരുന്നു. ഹാളിൽ സംസാരിച്ചിരിക്കുന്നവരോട് ലഘുവായി കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ധൃതിയിൽ മാറ്റിയിറങ്ങിയത്. കാര്യം അറിഞ്ഞ അവരെല്ലാം പ്രിയയുടെ അരികിലെത്തി. അതാദ്യമാണ് മോളെ, അവൻ എന്തിനു പോയതാണോ അത് തീർത്തിട്ട് പോയ പോലിങ്ങ് വരും. പൊള്ളുന്ന അവിടെ ഹൃദയച്ചൂട് മഞ്ഞുകണം പോലുള്ള വാക്കുകൾ വാരി വിതറി ആറ്റി തണുപ്പിക്കുന്നുണ്ടായിരുന്ന അവരെല്ലാം അത്രമേൽ സ്നേഹത്തോടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.